എന്തുവാ എന്തുവാ കുഞ്ഞ് എന്തുവാ കുഞ്ഞ്? രാവിലെ എന്താ ബെഡിൽ കയറി കിടക്കുന്നത്? ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്. ഞാൻ രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഞാനും ഒന്ന് കിച്ചണിൽ കയറി കോഫി ഇട്ടിട്ട് വരുമ്പോഴേക്കും എൻ്റെ ബെഡിൽ കിടക്കുക. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് കിടത്തിയാലൊന്നും കിടക്കത്തില്ല. ചില സമയങ്ങൾക്ക് അവൾക്ക് തോന്നണം അങ്ങനെ വന്ന് കിടക്കും. പിന്നെ ഇപ്പോൾ ഹീറ്റ് സൈക്കിളിലാണല്ലോ, അപ്പോൾ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ്. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഇട്ടേച്ച് പോകുന്നതെന്ന് ആലോചിക്കുന്നത്. ശരിക്കും ഈ 2 മാസം ഇവളുടെ കൂടെ തന്നെയായിരുന്നു, ഫുൾ ടൈം ഇവളുടെ കൂടെ തന്നെയായിരുന്നു. പുറത്തൊന്നും ഈ വെക്കേഷൻ നമ്മൾ പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. കാരണം നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് അധികം ഫുഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഫുഡും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കാതെയാണ് ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരിടത്തും പോകാനൊന്നും പറ്റിയില്ല. ശരിക്കും ട്രിവാൻഡ്രത്ത് തന്നെ ഒരിടത്തും പോകാൻ പറ്റിയില്ല. ഇനി അടുത്ത ഒരാഴ്ചയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം. ഈ ആഴ്ചയിൽ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ബീച്ചിലെങ്കിലും പോയി വരണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവളുടെ കൂടെ തന്നെയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നേരവും സ്പൂൺ കൊണ്ട് കോരി കൊടുക്കണം, എന്നാലേ എൻ്റെ കുട്ടി കഴിക്കുള്ളൂ. അത്രത്തോളം എത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 10 മണി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇത്രയും സമയം ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ്, അങ്ങനെ രാവിലെ എണീച്ച് ജോലിയൊന്നും തീർക്കും അങ്ങനെയൊന്നുമില്ല. ഇനി വേണം ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുട്ടയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കും, അങ്ങനെയാണ്. ഇന്നും മുട്ടയായിരുന്നു. ഉച്ചത്തേക്ക് ചോറ് വെക്കണം. പിന്നെ ഉച്ചത്തെ പരിപാടികളൊക്കെ കിടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ എവ്രി വൺ.